അപ്പം എൻ്റെ ഇവിടെ കുറേ ആൾക്കാരുണ്ട്. പോഡിയത്തിലിങ്ങനെ കുറേ കുട്ടികൾ വന്ന് കളിക്കും. കാണിച്ചു തരാം. കണ്ട എന്നെ കാണുന്നുണ്ട് പറയല്ലേ പ്ലീസ്. അപ്പോൾ നമുക്ക് യൂട്യൂബ് ചാനലിടണം. അപ്പോൾ അവിടെ കുറേ കുട്ടികൾ കളിക്കുന്നുണ്ട്. എല്ലാം കാണാം. കണ്ട കൂട്ടുകാരെ, ഇവിടെ കുറേ കുട്ടികളും കുറേ പേരൻസും ഒക്കെ വന്നിരിക്കും. ഇന്നങ്ങനെ ഇരിക്കില്ല. ഇന്ന് സൺഡേ അല്ലേ. സോ ഇന്നങ്ങനെ ഇരിക്കില്ല. പ്രീതി പോണു. ആ ചെറിയ സൗണ്ട് കേൾക്കുന്നുണ്ടാവുന്നു. ഞാൻ കാണിച്ചു കഥ. ബ്ലറാവുന്ന ഫോണ്. 3 കുട്ടികളും കൂടി വന്നല്ലേ. ഫുട്ബോൾ കളിക്കാൻ വേണ്ടി 3 കുട്ടികളും കൂടി. അതിൽ ഈ ചെറുതില്ലേ, അതെൻ്റെ ഫ്രണ്ടാണ്. എൻ്റെ ഫ്രണ്ട് നൈസ്. അവിടെ 2 പെണ്ണുമ്പള് അടി കൂടുതൽ തോന്നുന്നത്. 2 പെണ്ണ് സ്കൂട്ടി വരുന്നു. സ്കൂട്ടി. ബൈ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അൺബോക്സിങ് ചാനൽ. വെൽക്കം ടു അൺബോക്സിങ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന സാധനം ഒരു ഭയങ്കര കുട്ടികൾക്ക് യൂസ്ഫുൾ ആയൊരു സാധനം ഞാൻ കാണിച്ചു തരാം. അത് ദൈവത് കുട്ടികൾക്കൊന്നും വാങ്ങിച്ചു കൊടുക്കാം, പക്ഷെ അത് വേസ്റ്റാണ് കേട്ടോ. അപ്പം എനിക്കിത് ചെറിയ കുട്ടികൾക്ക് ദൈവത് വാങ്ങിച്ചു കൊടുക്കുന്നത് അവർ മിസ്സാക്കും. ഈ സാധനം അവരെന്തായാലും മിസ്സാക്കും കേട്ടോ. അങ്ങനെ സാധനങ്ങളെ പെൻസിൽ എറിയാൻ പറ്റാണ്. അതെന്തായാലും മിസ്സാക്കും. അവിടെ ചെറിയ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പാടില്ല. 1 മിനിറ്റ്. ഭയങ്കര കാറ്റെന്നേ. കാറ്റോട് കാറ്റ്. കാറ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് ജനൽ തുറന്ന് വെച്ചാണ്. ഇവിടെ തന്നെ ബാക്കിൽ തന്നെ നിങ്ങൾക്ക് കണ്ട മനസ്സിലാവും. അപ്പം ഇങ്ങനെ പൂട്ടിൻ്റെ ടൈപ്പാണ്. ഇത് ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ തീക്കാം. അപ്പം ഇതാണ് സംഭവം. ആ മിസ്സി കാണുന്നത് പെൻസിൽ ബോക്സ്. ഇതാണ് സംഭവം. ഇത് അടിപൊളിയാണെന്നൊക്കെ എല്ലാവരും പറയുന്നത്. പക്ഷെ ചെറിയ കുട്ടികൾ എന്തായാലും എടുക്കണ്ടെന്ന് എൻ്റെ ഒരു താല്പര്യം. മീൻസ് എൻ്റെ മക്കൾ അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ മക്കൾ അങ്ങനെയാണെന്ന് കമൻറ്റ് ബോക്സിൽ ചലഞ്ച്. ഞാൻ എന്തായാലും എനിക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്. എനിക്ക് ചെറിയ അനിയത്തി ഉണ്ട്. ആ അനിയത്തിക്കൊന്നും ഞാൻ തൊടാൻ പോലും കൊടുക്കില്ല. ഇതേമാതിരി ഒരു ഹലോ കിറ്റിൻ്റെ ടൈപ്പാണ്. ഇതേമാതിരി ഞാൻ മിക്കി മൗസിനെ ഞാൻ അവൾക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുത്തതാണ്. അവൾ ഒറ്റ ചാടി. ഇതിൻ്റെ കവറിങ്ങെല്ലാം പോയി. അപ്പം അത് ഞാൻ എടുത്തെടുത്തു. അപ്പം എൻ്റെ ഫ്രണ്ട് ചോദിച്ചു, എനിക്കിത് തരുമോടി, ഞാൻ ഗ്ലൂ വെച്ചിട്ട് ആ സാധനം ഒട്ടിച്ചോളാന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവൾക്ക് കൊടുത്തു. അവൾക്ക് ഒരു ചെറിയ അനിയനുണ്ട്. അത് അവൾ കുളിക്കാൻ പോയപ്പോൾ ആ മിക്കി മൗസിൻ്റെ ഇതും എടുത്തിട്ട് ഒറ്റ ചാടി പുറത്ത്. അത് കംപ്ലീറ്റ് പൊട്ടി. വേറെ ഒന്നും തീരാനില്ല. അതൊരു ചളി വെള്ളത്തിലായതുകൊണ്ട് തന്നെ അവൾക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. എടുക്കാൻ കഴിയില്ല. ആ ഒരു പ്രശ്നം. ഇത് വർക്കൗട്ട് ആവുന്നുണ്ടോ നോക്കട്ടെ. ക്ലീനപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്പേസ് ഇല്ല അമ്മയുടെ ഫോണിൽ. അപ്പം ഇത് കാണിക്കുന്ന മുന്നോട്ട് ഒരു സ്ഥലം കാണിക്കാം. എൻ്റെ കയ്യിൽ മെഹന്തി ഇട്ടിട്ടുണ്ട്. മെഹന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇന്നലെ ഗസ്റ്റ് വന്നിരുന്നു. ഗസ്റ്റ് ചെറിയ മക്കളും ഒരു അമ്മയും. ആ അമ്മ അടിപൊളിയായിട്ട് മെഹന്തി ഇടുന്നേ. കണ്ടേ, നീ അടിപൊളിയായിട്ട് മെഹന്തി ഇട്ട. മെഹന്തി മാത്രം കൊടുത്താൽ മതി. മെഹന്തി അടിപൊളിയായിട്ടിട്ട്. മുസ്ലിംസ് ആട്ടോ. എനിക്ക് പേരൊന്നും അറിയില്ല. അയാളുടെ ഫോട്ടോ അമ്മേൻ്റെ അടുത്ത് ഇട്ടേക്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ അയച്ചിരുന്നായിരിക്കും. ഇതിൻ്റെ ഏരിയ കമൻറ്റ് ബോക്സ് അയക്കുന്നുണ്ടല്ലോ. എവിടെ പോയി കമൻറ്റ് ബോക്സ് അത് ചെയ്യുന്നുണ്ടാവും. കമൻറ്റ് ബോക്സിൽ അയക്കണം അല്ലേ.
അതാണ് നിങ്ങൾക്കൊരു ചിഹ്നം. കമൻറ്റ് ബോക്സിൽ ലാസ്റ്റ് ഞാൻ ഏറ്റവും വീഡിയോ സേവ് ആക്കിയിട്ട് ലാസ്റ്റ് ആണ് ഞാനിത് കൊടുക്കുക. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. ഇപ്പം ക്ലിയറായോ? അപ്പോൾ ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്താലോ? അതാണ് കൊണ്ട് പൊട്ടിയതു. ഇവിടെ കളറായിട്ടുള്ളൂ, ഇവിടെ ഒന്നും കളറാകുന്നില്ല. നല്ല പൊട്ടിയതാണ്, ഇവിടെ ഒന്നും കളറാകുന്നില്ല. ആർക്കറിയാം. അപ്പോൾ ഇതാണ് സാധനം. അൺബോക്സ് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് അൺബോക്സ് ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ടാണ്. എൻ്റെ സിസ്റ്റർ ആണ് അത്. സിസ്റ്റർ അൺബോക്സ് ചെയ്തിട്ടില്ലാന്നേ. അപ്പോൾ ഒറ്റ പൊട്ടിക്കലി. അപ്പം തന്നെ സാധനം പൊട്ടിയാണ്. ഞാൻ അൺബോക്സ് ചെയ്തില്ല, കൃതിക്ക് ഡയറക്റ്റ്ലി കൊടുത്തു. അവനാണ് പാക്കറ്റ് അവൾ ഗ്ലൂ ഒട്ടിക്കാൻ പോകുമ്പോൾ പാക്കറ്റ് തന്നെ എടുത്തിട്ട് ഒറ്റച്ചാണ്ട് പുറത്തോട്ട്. നല്ല അവൾ 9th ആണ്, അതുകൊണ്ട് വേഗം പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി പൊട്ടിച്ച് വെച്ചാൽ ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ പൊട്ടിക്കുന്നത്, വീഡിയോ എടുക്കുന്നത്. അപ്പം പിന്നെ അൺബോക്സ് അൺബോക്സ് ചെയ്യണേ. ഞാൻ ഓൾറെഡി പറഞ്ഞു വെച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഭാഗം നമ്മൾ എന്തൊരു ഡാർക്കാണ്. ഇതിൻ്റെ ഉള്ളിൽ വേറെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഇപ്പോൾ എടുക്കാം. അതൊക്കെ ഹെൽപ്പാണ്. ഇത് ഭയങ്കര ഹാർഡാണ് കൊടുക്കാൻ. അയ്യോ സെറ്റായിട്ടില്ല. ഓക്കെ, അത് സാധനം എടുക്കാം. അപ്പം നമുക്ക് എടുക്കാം. ഓപ്പൺ ചെയ്ത് ഒരു മിനിറ്റ്. എൻ്റെ പെൻസിൽ അവിടെ തന്നെ വന്ന് എല്ലാം ഗോലായിട്ട് വെച്ചിട്ടുള്ളത്. ഇതാണ് ആ സംഭവം. പെൻസിൽ ബുക്കുണ്ട്, പെൻസിലുണ്ട്, പെൻസിലുണ്ട്, ലെറ്റുണ്ട്. റേസറോടെ അയ്യോ റേസറോടെ അല്ലാ. റേസർ ഉണ്ട്. റേസർ പാക്കറ്റിൽ തന്നെ വീണ് പോയുണ്ട്, എടുക്കാൻ പറ്റില്ല. ഹലോ കിറ്റിയുടെ എറേസർ, ബുക്ക്, ആഷ് പേപ്പർ, ലെഡ്, പെൻസിൽ, 2 പെൻസിൽ. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. തുറന്ന് നോക്കാം. ഹലോ കിറ്റ്, ഹലോ കിറ്റ്. അയ്യോ ഷോപ്പർ ഇതെന്തെല്ലാം വഴിയുണ്ട്. ഇവിടുന്ന് ഇത് ഫിറ്റാക്കി വെച്ചു. ഹലോ കേറ്റ്, ഹലോ കേറ്റ്. അപ്പം ഇതിന് ഉള്ള സാധനങ്ങളൊക്കെ നോക്കാം. ഓ ആ 2 പെൻസിലുണ്ടല്ലോ. നല്ല വേണമുണ്ടല്ലോ. വിളക്കണോ വിളച്ചോ. നമ്മൾ ചാർലി ഇരിക്കുമ്പോൾ ഈ പെൻസിൽ യൂസ് ചെയ്യണം. അത്യാവശ്യം 2 നല്ല കളക്കിലാണ്. 2 പെൻസിലുണ്ട്. ഇത് ഹലോ കിറ്റൻ ആണെങ്കിലും പക്ഷേ ഒരു പ്രശ്നമുണ്ട്. പെൻസിൽ മാത്രം. ഹലോ കിറ്റിൻ്റെ ഒരു പിക്ചറും ഇല്ല. അവിടെ ഭയങ്കര പ്രശ്നം. കാശൊക്കെ സംഭവം തട്ടിപ്പൊളിയാട്ടോ. ഇവിടെ പേര് കൊടുത്തിരുന്നു, പക്ഷെ അത് മാഞ്ഞു. ഒരു ഫുൾ ആൾക്കാർ പറ്റിക്കുന്ന ടൈപ്പാട്ടോ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു, വെറുതെ വാങ്ങിച്ചാണ്. പക്ഷെ ഇത് അടിപൊളി യൂസ്ഫുള്ളാണ്. പക്ഷെ പേര് അങ്ങനത്തെ ഡ്രോയിങ്സ് ഒന്നും അങ്ങനത്തെ ഡ്രസ്സ് ടൈപ്പാണ്. യൂസ്ഫുൾ അടിപൊളിയാണ് കേട്ടോ. അവിടെ നല്ല കടയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചാണ്. ഇപ്പോൾ യൂസ്ഫുള്ളായിട്ട് കിട്ടിയ കടയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചാണ് ഈ മെഹന്തിയും ഈ പെൻസിൽ ബോക്സ്. 2 പെൻസിലും ഹലോ കിറ്റി. പക്ഷെ ഡ്രോയിങ് മാത്രം അവരുടെ ഒരു ഭംഗിയില്ലാത്തൊരു ഡ്രോയിങ്ങാണ്. ഇൻസൈഡ് ഇരിക്കുന്ന സാധനം ഫുൾ അടിപൊളിയാണ്. എന്ത് കിട്ടി? പിന്നെ എടുക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ബ്ലഡ്. ഇത് കഴിക്കും. നിങ്ങളൊന്ന് ടിക്ടാക്ക് കഴിക്കാൻ പോകുന്നു. ടിക്ടാക്ക് പരിസരത്ത് കാണിക്കില്ല. ടിക്ടാക്ക്
ടിക്ടാക്കിനെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഓപ്പൺ ചെയ്യാം. ഇല്ല, ഇപ്പൊ വൈകിട്ടൊന്നും ആയിട്ടില്ലല്ലോ കുളിക്കാൻ. പുറത്ത് അവിടെ നടക്കാൻ പോവാ, അച്ഛനും എവിടെയും കൊണ്ടുപോകൂല. എന്നാ ശരി, ഒരു 5 മിനിറ്റ് കൂടി. പിന്നെ ടിക്ടാക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം ഇത് ടിക്ടാക്ക് ഒന്നുമല്ല. ഓ, ഇത് ലഡാണ്. കണ്ട, ലഡാണ് സംഭവം. ആ പെൻസിൽ കുത്താൻ പറ്റില്ല. എല്ലായിടത്തും കുത്തി. ഇവിടെ പോവാ, കേട്ടിട്ടാണ് അവിടെ ലഡ്. അപ്പോൾ ഇതാണ് ലഡ്. അപ്പോൾ പിന്നെ നമ്മുടെ സാധനം പിങ്ക് കളർ സാധനം. എന്താണ് ഇത്? കട്ടർ പിങ്ക് കളറാണ് കേട്ടോ. ഫുൾ പിങ്കാണ്. എനിക്ക് ഇഷ്ടമാണ് പിങ്ക് കളർ. വെറുതെ ഷാർപ്പ്നർ എറേസർ ഒട്ടും യൂസ്ഫുൾ അല്ല. പൊട്ടിക്കുന്ന ടൈപ്പ് ഞാൻ വാങ്ങിച്ചിട്ട് തൊട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ ഓപ്പൺ ചെയ്തത് എൻ്റെ സിസ്റ്ററാണ്. അപ്പം ഈ ചെറിയ കുട്ടിയായിരുന്നു, അതുകൊണ്ട് ഓപ്പൺ ചെയ്യാനായില്ല.